നമസ്കാരം, ഞാൻ ഉണ്ണിമായ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഇസ് ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. തന്ത്രങ്ങൾ മെനഞ്ഞ് താമര. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പും സംസ്ഥാനങ്ങളിലെ പാർട്ടി പ്രവർത്തനവും വിലയിരുത്തി BJP ദേശീയ നിർവാഹക സമിതി. ഭുവനേശ്വരിൽ 2 ദിവസം നീളുന്ന യോഗത്തിനു മുന്നോടിയായി പ്രധാനമന്ത്രി നടത്തിയ റോഡ് ഷോയിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. 13 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും യോഗത്തിൽ. BJP സുവർണകാലത്തിൽ എത്തിയിട്ടില്ലെന്ന് ദേശീയ അധ്യക്ഷൻ അമിത് ഷാ. കേരളത്തിലും ബംഗാളിലും അധികാരത്തിലെത്തണം, അത് കഴിഞ്ഞാകും പാർട്ടിയുടെ സുവർണകാലമെന്നും പ്രതികരണം. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കേണ്ട സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ശക്തമാക്കാൻ ധാരണ. മുനകൂർത്ത മറുപടികൾ. മുന്നണിയെ കലുഷമാക്കിയ വിവാദ വിഷയങ്ങളിൽ കാനത്തിനും CPIക്കും മറുപടിയുമായി കോടിയേരി. പ്രതിപക്ഷത്തിന് ആയുധം നൽകുന്ന പ്രസ്താവനകൾ ഘടകകക്ഷി നേതാക്കളിൽ നിന്ന് ഉണ്ടാകരുത്, ശത്രുവർഗത്തിന് മുതലെടുക്കാനുള്ള അവസരം സൃഷ്ടിക്കരുതെന്നും ഭരണകാര്യങ്ങളിൽ പരസ്യ പ്രതികരണം പാടില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി. ജിഷ്ണു കേസിൽ സർക്കാരിന് വീഴ്ച പറ്റിയിട്ടില്ല, DGP ഓഫീസിന് മുന്നിൽ സമരം നടത്താൻ ഒരുങ്ങിയത് അനാവശ്യ തീരുമാനം, സംസാരിക്കേണ്ടത് മുഖ്യമന്ത്രിയോടായിരുന്നു, സർക്കാർ മഹിജയുടെ കുടുംബത്തിനൊപ്പമെന്ന് കോടിയേരി. കാനത്തിന്റെ ആക്ഷേപങ്ങൾ എണ്ണിപ്പറഞ്ഞു നൽകിയ മറുപടിയിൽ നിലമ്പൂരിലേത് വ്യാജ ഏറ്റുമുട്ടലല്ലെന്നും CPM. അതേസമയം കോടിയേരിയുടെ പ്രസ്താവനകളെ സ്വാഗതം ചെയ്യുന്നു എന്ന് കാനം രാജേന്ദ്രൻ. നിലമ്പൂരിലേത് വ്യാജ ഏറ്റുമുട്ടലല്ലെന്ന നിലപാട് CPMന്റേത്. ഘടകകക്ഷികൾ മാത്രമല്ല, സർക്കാരും പ്രതിപക്ഷത്തിന് ആയുധം കൊണ്ട് കൊടുക്കരുതെന്നും CPI സംസ്ഥാന സെക്രട്ടറി. വഷളാകുന്ന നയതന്ത്രം. കുൽഭൂഷൺ ജാദവിന്റെ വധശിക്ഷയിൽ നിലപാട് കടുപ്പിച്ച് ഇന്ത്യ. അന്താരാഷ്ട്ര മര്യാദകൾ ലംഘിക്കുന്ന പാകിസ്ഥാനുമായി ഒരു നയതന്ത്ര ചർച്ചകളും വേണ്ടെന്ന് തീരുമാനം. ഏപ്രിൽ 17 പാക് സമുദ്ര സുരക്ഷാ ഏജൻസിയുമായി നടത്താൻ നിശ്ചയിച്ചിരുന്ന ചർച്ചയിൽ നിന്ന് ഇന്ത്യ പിന്മാറി. അതേസമയം കുൽഭൂഷൺ ജാദവിന്റെ കാര്യത്തിൽ നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിച്ചെന്നും പാക് വിദേശകാര്യ ഉപദേഷ്ടാവ് സർതാജ് അസീസ്. ചാരവൃത്തിയും ഭീകരപ്രവർത്തനവും നടത്തിയെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് വധശിക്ഷയ്ക്ക് വിധിച്ചതെന്നും വിശദീകരണം. കാഹളം മുഴക്കി കൊറിയ. അമേരിക്കയ്ക്ക് മേൽ പോർവിളി ശക്തമാക്കി ഉത്തര കൊറിയ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നതിനിടെ ഏത് നിമിഷവും മഹായുദ്ധത്തിന് സാധ്യത എന്ന മുന്നറിയിപ്പുമായി ചൈന. പ്രകോപനമുണ്ടാക്കാതെ ഇരുപക്ഷവും സംയമനം പാലിക്കണമെന്നും നിർദ്ദേശം. എന്നാൽ അമേരിക്കയുമായി ആണവ യുദ്ധത്തിന് തയ്യാറെന്ന് ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ. പ്രഖ്യാപനത്തിനു പിന്നാലെ പുതിയ മിസൈലുകളും സൈനിക ശക്തിയും വെളിപ്പെടുത്തി സൈന്യത്തിന്റെ കൂറ്റൻ പരേഡ്. അമേരിക്കയുടെ മുന്നറിയിപ്പ് അവഗണിച്ച് 6ാമത് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണത്തിനും ഒരുക്കം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്ക്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2790 രൂപ, പവൻ 22,320 രൂപ. വെള്ളി ഗ്രാമിന് 46 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഇസ് ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.